നോമിനേഷൻ നടന്നിരിക്കുകയാണ്. ആരാണ് റെനയുടെ കൂടെ ജയിലിലേക്ക് പോകാൻ പോകുന്നത്? പറയാം. ആദിലയുടെ കുത്തിത്തിരിപ്പ് കയ്യോടെ പൊക്കി ബിന്നി. എന്തൊക്കെയാണ് ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. ഡേ 47 രാവിലെ 8 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. പിന്നെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യം തന്നെ നമ്മുടെ രാവിലെ തന്നെ മോർണിംഗ് സോങ് വരികയാണ്. 8 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് നമ്മുടെ വാളയാർ പരമശിവത്തിലത്തെ പാട്ടാണ്. നമ്മുടെ ഒസ്സലമ ഐലസ ഒസ്സലമ ഐലസ ആ പാട്ടാണ് നമ്മുടെ മോർണിംഗ് സോങ് ആയിട്ട് വരുന്നത്. അതിനുശേഷം നമ്മുടെ അക്ബറും ലക്ഷ്മിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നെവിൻ്റെ കേസിൽ ആദിനെയാണ് ആദ്യം എതിരെ നിന്നത്, ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. വീക്കെൻഡിൽ നമുക്ക് കണ്ടറിയാമെന്ന് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നു. ഇതേ സമയം നമ്മുടെ നൂറയും ബിന്നിയും ഇതേ വിഷയം തന്നെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നൂറ ഷാനവാസ് ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, പേഴ്സണലി എടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ആദിലയും അനീഷും സംസാരിക്കുന്നു. രാവിലെ തന്നെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് ഇവർ രണ്ടുപേരും. അപ്പോൾ അനീഷാണ് സംസാരിക്കുന്നത്. ഇവിടെ ഓരോരുത്തരും എന്തു പണിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയണം ആദില, കാരണം നീയാണല്ലോ ഈ പറയുന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ. നീ എനിക്കത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരണം, എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൽ പറയുന്നു, ഇല്ല ഞാൻ തരില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്തിനു നിങ്ങൾക്കത് തരണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, നീ എനിക്കത് തരണം. അപ്പോൾ ആദില, ഇല്ല തരില്ല. അപ്പോൾ അനീഷ്, എങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ആദില, നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറയുന്നു. അപ്പോൾ അനീഷ്, എങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പണി ചെയ്യാൻ കേട്ടോ എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ നെവിനും ആദിലയും ഈ വിഷയം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആദില പറയുന്നു, ബിന്നിയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിക്കുന്നതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ജയിൽ നോമിനേഷൻ വരുന്നത്. ഒരാളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ, എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ച് കൂട്ടുന്നു ബിഗ് ബോസ്. എന്നിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ടാസ്കിനെ ബേസ് ചെയ്തിട്ട് ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അനീഷാണ് പോകുന്നത്. അനീഷ് പോയിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ പേരാണ് പറയുന്നത്. ലക്ഷ്മിയുടെ കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ലക്ഷ്മിയാണല്ലോ ജനറൽ മാനേജർ ഉണ്ടായിരുന്നത്. അപ്പോൾ ജനറൽ മാനേജർ നിന്ന സമയത്ത് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന് ആ കാരണമാണ് അനീഷ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ അബി പോകുന്നു. അബി നമ്മുടെ ഷാനവാസിനെയാണ് പറയുന്നത്. ഒന്നേല് പോകുന്നു, ഷാനവാസിനെ പറയുന്നു. സാബു പോകുന്നു, നമ്മുടെ ഷാനവാസിനെ തന്നെയാണ് പറയുന്നത്. അക്ബർ പോകുന്നു, ഷാനവാസിനെ പറയുന്നു. ആര്യൻ പോകുന്നു, അനീഷിനെയാണ് പറയുന്നത്. ജിസൽ പോകുന്നു, അനീഷിനെ പറയുന്നു. ജിസൽ പിന്നെ ആര്യൻ്റെ മൂട് താങ്ങിയാണല്ലോ, അപ്പോൾ ആര്യൻ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് ജിസലും പറയത്തുള്ളൂ, അതുകൊണ്ടാണ്. അടുത്ത ആദില പോകുന്നു, ഷാനവാസിനെ പറയുന്നു. നൂറ പോകുന്നു, ഷാനവാസിനെ പറയുന്നു. റന പോകുന്നു, ഷാനവാസിനെ പറയുന്നു. അനു പോകുന്നു, അനീഷിനെയാണ് പറയുന്നത്. ബിന്നി പോകുന്നു, ഷാനവാസിനെയാണ് പറയുന്നത്. ലക്ഷ്മി പോകുന്നു, ഷാനവാസിനെ പറയുന്നു. ഷാനവാസ് പോകുന്നു, ആര്യനെ പറയുന്നു. നെവിൻ പോകുന്നു, അനുവിനെ പറയുന്നു. ജിഷിൻ പോകുന്നു, അക്ബറിനെ പറയുന്നു. അങ്ങനെ നോമിനേഷൻ അവസാനിക്കുമ്പോൾ വോട്ടുകൾ പ്രകാരം 9 വോട്ട് നമ്മുടെ ഷാനവാസിനും 3 വോട്ട് നമ്മുടെ അനീഷിനും ലക്ഷ്മിക്കും ആര്യനും ഓരോ വോട്ട് മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ റെനയുടെ കൂടെ ഷാനവാസാണ് ജയിലിലേക്ക് പോകാൻ പോകുന്നത്. ഈ നോമിനേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ബിന്നി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിന്നി പറയുന്ന കാര്യമാണ്, ഇവിടെ കുത്തിത്തിരിക്കുന്നത് ഞാനാണെന്ന് ആദില പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വക പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇരുന്ന് കുത്തിത്തിരിക്കുകയാണോ വേണ്ടത്, എല്ലാവരുടെ മുന്നിൽ വച്ച് സംസാരിക്കുകയാണോ വേണ്ടത്? അപ്പോൾ ഇതറിഞ്ഞിട്ടും ഇതിൻ്റെ ഇടയിൽ കുത്തിത്തിരിച്ചതും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇതെല്ലാം തുടങ്ങി വെച്ചതും പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ടതും ആദിലയാണ്. എന്നിട്ട് ആദില ഇപ്പോൾ മലക്കം പറയുന്നു വേറെ രീതിയിൽ. ഈ പറഞ്ഞ വൃത്തികെട്ട ഗെയിം പബ്ലിക്കിൻ്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞതും എല്ലാം നീയാണ്. എന്നിട്ടിപ്പോൾ നീ കാണിക്കുന്നത് എന്താണ്? നീ കാണിക്കുന്നതാണ് പക്ക കുത്തിത്തിരിപ്പ്. ആദിലിനെ അടിച്ചുറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലിനെ അവിടെ അടിച്ചുറക്കുകയാണ് ചെയ്തത് നമ്മുടെ ബിന്നി. അതിനുശേഷം നമ്മുടെ ജിഷിൻ പറയുന്നു, ഞാൻ ഷാനവാസിൻ്റെ കൂടെയാണ്, ഞാൻ ഷാനവാസിൻ്റെ ഭാഗം കേട്ടു, നെവിൻ്റെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പം വീട്ടുകാരെല്ലാം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ഈ വിഷയം എന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ
എന്നിട്ട് നമ്മുടെ വീട്ടുകാർ നമ്മുടെ ജിഷിനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് ഈ വിഷയത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട്. അപ്പോൾ ജിഷിൻ പറയുന്നു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, വീക്കെൻഡിൽ ഡിസ്കസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കേസാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ജിഷിൻ അത് വേറെ റൂട്ടിലേക്ക് തിരിച്ചു വിടുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ അനീഷ് കയറിയിട്ട് പറയുന്നു, എന്തിനിപ്പോൾ നിങ്ങൾ ക്യാപ്റ്റന് ഇടപെട്ടില്ല എന്ന് പറയുന്നു. ലക്ഷ്മി, നിങ്ങളെപ്പോലെ തറവേല കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ തറവേല കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഇവിടെ GM-ആയി കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ക്യാപ്റ്റൻ ഇടപെടേണ്ടായിരുന്നു. ഇപ്പോൾ എന്തിന് ക്യാപ്റ്റൻ്റെ പേര് പറയുന്നു എന്ന് അനീഷ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവവാസം എന്ന് പറയുന്നത് 3:30 വരെയുള്ള സമയത്ത്. ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് ഞാൻ അടുത്തൊരു ഇതിലായിട്ട് പറയാം. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദില കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആദില വെറും ചെറ്റത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പിൻ്റെ ആശാത്തി എന്ന് വേണം ആദില വിശേഷിപ്പിക്കാൻ. കട്ടപ്പ എന്ന് പറഞ്ഞാൽ പോരാ, അതിലും മേലെ, അതുക്കും മേലെയാണ് ആദില. സോ ഇത്രയാണ് ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് take care.